ഹലോ, ഗുഡ് മോർണിംഗ് എന്ന് പറയാനായിട്ട് സമയം 3:29 അപ്പം നമ്മൾ നേരെ പോകുന്നത് എൻ്റെ ഒരേ ഒരു അനിയൻ അവനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവൻ 4 മണിക്ക് ഇവിടെ ലാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം പിള്ളേരെല്ലാം ഉറക്കമായിരുന്നു. സിയാൻ ഇന്നലെ ഉറക്കമില്ലായിരുന്നു. മാമനെ വിളിക്കുക 2-3 പ്രാവശ്യം എണീറ്റിട്ട് എന്നോട് പറഞ്ഞു, അമ്മേ വാ പോവാം. ഞാൻ പറഞ്ഞു സമയമായില്ലടാ പോവാം. എനിക്ക് ഉറക്കം വന്നില്ല. എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഇങ്ങനെ പൊതുവെ ഇങ്ങനെയാണ്. അപ്പം യാഷു നല്ല ഉറക്കമായിരുന്നു. എങ്ങനെയൊക്കെ ഡ്രസ്സ് ഇടിപ്പിച്ച് യാഷിനെ ഏട്ടനെ കൊടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങും കേട്ടോ. അപ്പം നമുക്ക് അവനെ വിളിച്ചിട്ട് വരാം. ഓക്കെ. വലിയ തിരക്കൊന്നും ഇല്ലാതെ ഈ ഒരു ഫ്ലൈ ഓവർ കയറി പോകുമ്പോൾ ഉണ്ടല്ലോ രാവിലെ ഭയങ്കര ഒരു സുഖമാണ്. പ്രത്യേകിച്ച് ഗ്ലാസും കൂടെ തുറന്നിടുവാണെങ്കിൽ അടിപൊളി കാറ്റുവാട്ടോ. അങ്ങനെ നമ്മൾ നേരത്തെ എത്തിയെന്നല്ല, അവന് ഒരു 4 മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞു കേട്ടോ. പണ്ടൊക്കെ ഉണ്ടല്ലോ ഇത് വല്ലപ്പോഴും വരുന്നൊരു സ്ഥലമായിരുന്നു. എയർപോർട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേന് എൻ്റെയൊക്കെ കുട്ടിക്കാലത്തുണ്ടല്ലോ എന്തോ വലിയൊരു സംഭവമായിരുന്നു കേട്ടോ. എൻ്റെ എന്നല്ല, നമ്മുടെ എല്ലാവരുടെയും ആ ഒരു കാലത്തിലുള്ള എല്ലാവരുടെയും കേട്ടോ. ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇപ്പം നമുക്ക് ആൾക്കാരൊക്കെ ഉണ്ട് പോയി വരാനും. മറ്റേത് അച്ഛന് വേണ്ടിയിട്ടായിരുന്നു. അന്ന് എയർപോർട്ടിലേക്ക് കുത്തി നിരുങ്ങിയൊക്കെ കാറിലേക്കൊക്കെ ഇരുന്ന് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നല്ലേ. അതിലൊന്നും ഞാനും ഉണ്ടായിരുന്നു കേട്ടോ. എവിടെയൊക്കെ പോകുമ്പോഴത്തേന് അച്ഛനോ മാമനെയൊക്കെ വിളിക്കാനോ അല്ലെങ്കിൽ കൊണ്ടുവരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ എല്ലാവർക്കും കയറി പോകാൻ ഇപ്പം നമുക്കിവിടെ അടുത്തായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു മാറുന്നില്ല കേട്ടോ. പക്ഷേ എനിക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാട്ടോ. അച്ഛന് നാട്ടിൽ വരുന്നതിന് മുന്നേ അച്ഛനെ വിളിക്കാൻ പോകും. അങ്ങോട്ട് അവിടെ പോയി ഇടാം നമുക്ക്. ഇപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് വിളിക്കാനാകെ ഉള്ളത് എനിക്ക് ഇവരെ കേട്ടോ. പക്ഷേ ഒരുപാട് സങ്കടവും സന്തോഷത്തോടെ തന്നെ ആയിരിക്കും അവനെ വിളിക്കാൻ പോകുന്നതല്ല, കൊണ്ടാക്കാൻ പോകുന്നത്. വിളിക്കാൻ പോകുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ കേട്ടോ പോകുന്നത്. കാരണം ഒരുപാട് ആൾക്കാരുടെ സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഇട്ടെറിഞ്ഞിട്ട് പോകുന്ന ഒരു സ്ഥലം തന്നെയല്ലേ എയർപോർട്ട്. നമുക്ക് പ്ലെയിൻ കാണണം, അത് കാണണം, അവിടെ പോകണം, ഇവിടെ പോകണം അല്ലേ. ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിലേക്ക് പോകുന്നതും ജീവിത ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഈ അറിയറായ പ്രായം മുതൽ ഞാൻ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ തന്നെ ആലോചിക്കുന്നത്. പണ്ട് ഇവിടെ വരുന്ന എന്തോ വലിയ സംഭവം പോലെയായിരുന്നു കേട്ടോ. അങ്ങനെ എന്നെ അവിടെ ആക്കി ഞങ്ങൾ ഇനി പോകാമെന്ന് പറഞ്ഞു. കാരണം ഇവിടെ പാർക്കിംഗ് നോക്കിയിട്ടില്ല കേട്ടോ. ഇവിടെ ഇട്ടേക്കുന്നല്ലോ വരണ്ടൊക്കെ. ഏട്ടനും യാഷും കൂടെ കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോയിട്ടോ. അപ്പം ഞങ്ങൾ പോവുകയാണ്. അവനൊരു 10 മിനിറ്റ് മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു ഒരു 15 മിനിറ്റ് മുന്നേ ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം ലേറ്റ് അല്ലായിരുന്നു എന്ന് പറഞ്ഞു. വിളിക്കുന്നു കേട്ടോ, എടുക്കട്ടെ. ഹലോ, നീ ഇറങ്ങിയോ? നില്ല, വെയിറ്റ് ചെയ്യേ. ശരി, 2 മിനിറ്റ്സ്. ഓക്കെ, ശരി എടാ. തരണം. ഹലോ, എത്തി നമ്മളിതാ പുറത്തിറങ്ങുന്നത്. എന്തിനാ പിന്നെ വന്നേ? അങ്ങോട്ട് പോയപ്പോഴും ഏട്ടൻ പറഞ്ഞു പെട്രോൾ അടിക്കാമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, അവനെ കാണുന്ന ആഗ്രഹത്തിൽ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് തിരിച്ചു വരുമ്പോൾ അടിക്കാമെന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് എവിടെയാണെന്ന് അറിയുമ്പോൾ ഈ ബ്രോക്കോ ട്രാൻഡത്തുള്ള അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും. രാവിലെ ഒരു 3-4 മണിക്ക് ഒരു ബിരിയാണി ചെമ്പ് പൊട്ടിക്കും കേട്ടോ. അപ്പം അവിടെ കഴിക്കാം എന്ന് വെച്ചിട്ട് പോയതാട്ടോ. പക്ഷേ ചെന്നപ്പോഴത്തേന് തീർന്നു പോയി. ദുഷ്ടന്മാർ അതിന് മുന്നേ എല്ലാം തീർത്തിട്ട് പോയി. അങ്ങനെ ഞാൻ പിന്നെ നേരെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, എന്നാലും പോകുന്ന വഴിക്കൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് പോകുക കേട്ടോ. അവൻ പറയുവാണ് അയ്യോ ആകെ മാറിയിരിക്കുന്നല്ലോ. ഞാൻ പറഞ്ഞാൽ ഇരുട്ടായതുകൊണ്ട് നിനക്ക് മാറിയിരിക്കുന്നതൊക്കെ തോന്നുന്നത്, മാറ്റങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കയ്യിൽ യാഷു നല്ല ഉറക്കമുണ്ട്. ഞാൻ പറഞ്ഞു മോനെ നീ തന്നെ ഇറങ്ങിയിട്ട് ഡോറൊക്കെ തുറക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവനെ കൊണ്ട് ഡോറൊക്കെ തുറച്ചിട്ട് ഞങ്ങൾ നേരെ കയറുക. നമ്മളാണെങ്കിൽ അതുപോലെ കിടക്കുമായിരുന്നു, എല്ലാവരും ഉറങ്ങിയിട്ടില്ലായിരുന്നു. നമ്മളൊരു 4:30 ആയപ്പോൾ എത്തി. അപ്പം സിയാനും യാഷിനും അപ്പം തന്നെ ഉറങ്ങി. അവരും പോയി കിടന്നുറങ്ങി കേട്ടോ. അപ്പം ഞാനും പോയി കിടന്നുറങ്ങി. ഇപ്പം സമയം 7 മണിയായിട്ടുണ്ട്. അപ്പോൾ സിയാനൊന്ന് സ്കൂളിലും പോകണം. രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എയർപോർട്ടിൽ പോകുന്നതിന് മുന്നായിട്ട് ഞാൻ കടലക്കറി കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കറി ഇപ്പോൾ സെറ്റ് ചെയ്തു. അപ്പം ചൂടാട്ടോ. അപ്പോൾ കടലക്കറിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം
ഇനി സിയാനെ സ്കൂളിൽ വിടുക. അവർക്കിന്നൊരു എക്സാം ഉണ്ട് കേട്ടോ. മെയിൻ എക്സാം അല്ല, നമ്മുടെ GK ഒക്കെ എക്സാം. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകണം. കുറച്ച് കഴിയുമ്പോഴത്തേന് കഴിയും. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം. അപ്പം അച്ഛനും അമ്മയൊന്നും വന്നിട്ടില്ല. ഞാൻ രാവിലെ വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങ് പോയാൽ മതിയല്ലോ. അപ്പം ഇവിടുത്തെ വണ്ടിയിൽ ഞാനും പിള്ളേരും അവനുമായിട്ട് പോകും. ഏട്ടൻ്റെ ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് കുറച്ച് ദിവസത്തേക്ക് അവയായിട്ട് പോകും. എല്ലാം കൊണ്ടും ഭയങ്കര ക്ഷീണം കേട്ടോ, ഭയങ്കര ക്ഷീണം. പിന്നെ ഭയങ്കര സന്തോഷവും അവൻ വന്നതിൻ്റെ. ആകെ 3-4 ദിവസമേ ഉള്ളൂ, പെട്ടെന്ന് അങ്ങ് തീരും. ഇനി അവൻ പോകുമ്പോഴേ ഞാൻ തിരിച്ചു വരുത്തും. അപ്പം എൻ്റെ അപ്പവും കടലക്കറിയും കാണിച്ചു തരാം. ഇതപ്പം കടലക്കറി, നല്ല കുറുകിയ കടലക്കറി. അതവിടെ ഇരിക്കട്ടെ, ചൂടോടെ ഇരിക്കട്ടെ. ഇനി ഒഴിക്കുന്നത് അപ്പോൾ റെഡിയായോ? അപ്പമൊക്കെ ഞാൻ ചൂടോടെ ചുട്ടാട്ടോ കൊടുക്കുന്നത്. അത് ഇവിടെ ആണെങ്കിലും ആരെങ്കിലും വരുവാണെങ്കിലും ഒക്കെ. അല്ലെങ്കിൽ അപ്പോൾ ഒരുമാതിരി തടുത്ത് പോലെ പോവും. അപ്പം ഞാൻ വിചാരിച്ചു 3 എണ്ണം ഇപ്പം ഞാൻ ചുട്ട് വെച്ച് എന്തായാലും. അപ്പം ഇത് നമുക്കിനി ഓഫ് ചെയ്തിടാം. അപ്പം ചൂടോടെ ചുട്ട് കൊടുത്താൽ മതിയല്ലോ. ഇത് അടച്ചും വെക്കാം. മാവ് ഇവിടെ ഇരിക്കട്ടെ. ഇത് എൻ്റെ ബ്രഷ്, ഇത് ചട്ടകൾ. ഓക്കെ, ഇത് ഇവൻ്റെ ഫോൺ. ഇത് ബാക്കി മാവാണ് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട്. അതവിടെ ഇരിക്കട്ടെ. ഇതും കൂടെ മുകളിൽ വെച്ചേക്കല്ലേ, ഇവിടെ ഇരിക്കട്ടെ. ഇനി പോയിട്ട് വരാം. പിള്ളേരെ വന്ന് നോക്കിയപ്പോൾ രണ്ടുപേരും നല്ല ഉറക്കം കേട്ടോ. കാരണം രാവിലെ എണീറ്റത് കൊണ്ട് തന്നെ എത്ര സൗണ്ട് കേട്ടാലും എണീക്കത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ നേരെ കഥ അടച്ചിട്ട് അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പറ്റും. അവൻ വന്നപ്പോഴത്തേന് ഓർഡർ பண்ணுவீங்க சாப்பாடு ഉണ്ട് വേറെ ആർക്കും അത് പോകുന്നില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാനും ജ്യോതിഷും കൊച്ചും ആഘോഷിതായിരിക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ കയറണം. അന്നത്തേൻ്റെ ഒരിതുണ്ട്. പിന്നെ എനിക്ക് ഡോക്ടറെ കണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഒട്ടും വയ്യ. അപ്പോൾ പോകുന്ന വഴിക്കൊന്ന് ഹോസ്പിറ്റലിലും കയറിയിട്ട് നേരെ വീട്ടിലേക്ക് പോകട്ടെ. ഇപ്പോൾ സമയം 11:30. എനിക്കതിന് ഒട്ടും വയ്യ, എനിക്ക് ഇരിക്കാൻ വയ്യ. അപ്പം ജ്യോതിഷിനെ പറഞ്ഞു വിട്ട് അപ്പം ചെയ്യാൻ വരും. എന്നിട്ട് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ കയറിയിട്ട് നേരെ വീട്ടിലേക്ക് പോകട്ടെ. ഇപ്പം 5-ൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടയർഡായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ കയറി അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ യാശു ഉറക്കമായിരുന്നു, എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങുവാണ്. ചെയ്യാനുണ്ട്. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് ഫുഡ് മേടിച്ചിട്ട് പോകാം. അച്ഛനൂണും ഞങ്ങൾക്ക് ബിരിയാണിയും മേടിച്ചിട്ട് പോവാണ്. അപ്പം ജ്യോതിഷ് അവളുടെ കടയിൽ കയറി ഫുഡ് മേടിക്കാനായിട്ട്. പക്ഷേ ഇപ്പം എണീറ്റു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ തിരിച്ച് ഇതുവഴി 5-ലേക്ക് വരുമ്പോഴത്തേനുണ്ടല്ലോ എനിക്ക് എന്തൊരു ശുദ്ധമായി കിട്ടിയണൊക്കെ കേട്ടോ. അതെൻ്റെ മനസ്സിൻ്റെ തോന്നില്ല, കാരണം വർഷങ്ങളായിട്ട് ഇവിടെ നിന്നിട്ടൊക്കെ പോകുന്നതല്ലേ. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതായത് എൻ്റെ നാടെത്തുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ സ്ഥലം എത്തുമ്പോഴത്തേന് എനിക്ക് എന്തോ ഒരു സന്തോഷം, എനിക്ക് എന്തോ കിട്ടിയ പോലെയാണ്. എത്തിയിരിക്കുന്നു ഗൈസ്. തുറന്നിട്ടേക്കാണല്ലോ. അച്ഛനുണ്ട് അവിടെ ഇരിപ്പുണ്ട്. തട്ടത്തൊന്നുമില്ല, നീ പോ എന്നും പറഞ്ഞോണ്ട് നീ ഹാൻഡിലെടുത്ത് കയർ. ഓക്കെ, നമ്മൾ എത്തിയിരിക്കുന്നു. നമുക്ക് ഇറങ്ങാം. നാണം വന്നു നഗ്ലിട്ട് എന്ത് ഇത്ര നാളെ കണ്ടെന്നില്ലല്ലോ. കേറപ്പളാ മോനെ
എടാ ഇതിനകത്ത് കേറുന്നീ മാറ്. സിയ ഞാൻ ഡ്രസ്സില്ലാതൊക്കെ നിൽക്കുന്ന ഓ അയ്യോ പാവ ഇല്ല, വാ വെച്ച് ജ്യൂസ് കൂട്. അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം നടുക്ക്. സർപ്രൈസ് ആയിരുന്നു. അവിടെ വന്ന് പെങ്ങളുമായിട്ട് കാക്കാ ക്യാഷ്. ആ തുടങ്ങിയോ കാർട്ടൂൺ കാണാൻ? ചോറെടുക്കട്ടെ. ആര് തിന്ന്? എരിയുള്ള ബിരിയാണി. ബിരിയാണി സിയ ഇതാ വാടാ യോശ. അച്ഛാ വാ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടു ഇവിടെ നിൽക്കുന്നു. നരച്ച് നരച്ച് മുതുക്കണ്ടേ. അച്ഛ എവിടെ ഇത്? അമ്മൂസ് എനിക്ക് പാച്ചി പിടിച്ച് തന്നിട്ടില്ല. ഇന്ന് ഞാൻ ചിത്രപ്പോൾ മിണ്ടരുത്. അന്നത്തത് തന്നെയാണെന്ന്. ഏതെങ്കിലും മുട്ടായി അവിടെ മുട്ടായി മാത്രമേ ഉള്ളൂ. സിയോ അങ്ങ് അപ്പുറത്തിരി പൊന്നാ ബാക്കിലോട്ടിരി മക്കളെ. ഏത് അവ അങ്ങനെ കഴിക്കത്തില്ല ചോക്ലേറ്റ്. ആ അത് മേടിക്കാൻ അറിയാമോ? പുട്ടായി കിട്ടി പുട്ടായി. ഇനി നാട്ടുകാർക്ക് സമ്മാനം